ഹലോ ഗൈസ്, നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഈ 10-15 ദിവസമായി ബോംബെയിലാണ്ടായിനി. അപ്പം ഇന്ന് ദുബായിലേക്ക് പോവുകയെന്ന്. അപ്പം ഇന്ന് 2:30 ഫ്ലൈറ്റ്. ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളിൽ എന്തൊക്കെയോ തീരുമാനങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ദുബായിൽ വെച്ച് കാണാം. നമുക്ക് ദുബായിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം. പറ്റുന്ന പോലെ, എല്ലാ സമയം ഉണ്ടാവുമെന്ന് അറിയില്ല, എന്നാലും പറ്റുന്ന പോലെ. ഇന്ന് നമുക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് 2:50 ഫ്ലൈറ്റ്. 4:30 ദുബായ് ടൈമിൽ അവിടെ എത്തും. അപ്പോൾ ഇവിടെ നമുക്കൊരു ടാക്സി മറ്റം പിടിച്ചിട്ട് അല്ലെങ്കിൽ ഓട്ടോറിക്ഷ മറ്റം പിടിച്ചിട്ട് കിട്ടുന്ന വണ്ടി ഏതായാലും അതിന് പോകണം. ദുബായിൽ നമ്മൾ വിജയ് വഴി നമ്മളെ കാത്തിക്കുന്നുണ്ടാവും. ദുബായിലല്ല, ഇന്ന് ഷാർജയിലൊക്കെ പോകുന്നു. ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് പോകും. വിജയ് അവിടെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കാണാം. അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷയൊക്കെ പിടിച്ച് നേരെ എയർപോർട്ടിലേക്ക് ഇങ്ങനെ പോയിന്ന്. ഇത് കണ്ടോ, ബൂമറാങ്ങിൻ്റെ ഒരു ഓഫീസാണ് കേട്ടോ ഇത്. ഇതിൽ നമ്മൾ അത്യാവശ്യം വന്നിട്ട് സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതെന്താണെന്നറിയില്ല, ഈ സമയത്ത് ആയതുകൊണ്ടൊന്നും അറിയില്ല, ട്രാഫിക്കൊന്നും അങ്ങനെ ഇങ്ങനെ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. ഇന്ന് മഴയും കുറവാണ് കമ്പാരിറ്റീവ്ലി. കുറച്ച് മുമ്പ് ചെറിയ മഴ ഉണ്ടായിരുന്നേ ഉള്ളൂ. അങ്ങനെ വലിയ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ക്ലൈമറ്റെല്ലാം ഓക്കെയാണ്. ഫ്ലൈറ്റ് കറക്റ്റ് സമയത്ത് പൊങ്ങിയാൽ മതിയായിരുന്നു. ട്രാഫിക് ഇല്ലാന്ന് ഇപ്പം പറഞ്ഞതേലും ഇപ്പം അത്യാവശ്യം ട്രാഫിക് കിട്ടിയേട്ടാ, സമാധാനമായി. അതായത് കുറച്ച് സമയം ഈ ട്രാഫിക്കിൽ നിൽക്കുന്നത്. ഇപ്പം ചെറിയൊരു മൂവിങ് കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സമയത്തെ തുഴച്ചിലിന് ശേഷം നമ്മൾ ഏകദേശം എയർപോർട്ടിൻ്റെ അടുക്ക് എത്തിയിട്ടുണ്ട്. ഇത് എവിടെ ഈ വണ്ടി നിർത്തലെന്ന് എനിക്കറിയില്ല. ഇനി എയർപോർട്ടിൻ്റെ ഉള്ളിലാക്കോ പുറത്താടെ നിർത്തിയിട്ട് ഉള്ളിലേക്ക് നടക്കണമെന്നറിയില്ല. പക്ഷെ എന്നാലും ഇന്ന് അത്യാവശ്യം നല്ല ട്രാഫിക് കിട്ടിയേട്ടാ. ഒരു എത്തുന്നവരും വലിയ ട്രാഫിക് ഒന്നും ഉണ്ടായില്ല, പക്ഷെ അതിനുശേഷം നല്ലൊരു ട്രാഫിക് തന്നെ കിട്ടി. അങ്ങനെ നേരെ എയർപോർട്ടിൻ്റെ എക്സിറ്റ് എടുത്ത് ഉള്ളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. നമ്മുടെ നാട്ടിലെ എയർപോർട്ട് പോലെ അല്ല കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ എയർപോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ സിറ്റിയിൽ നിന്നും ടൗണിൽ നിന്നൊക്കെ മാറിയിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്തല്ലേ എയർപോർട്ടുള്ള സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു സിറ്റീൻ്റെ നടുക്കാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക്കാണ് ഇവിടെ വരാനും പോകാനും. അങ്ങനെ ഓട്ടോറിക്ഷ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അതായത് എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ്. ഉള്ളിലേക്കൂടെ ഏതോ ഒരു ഓട്ടോക്ക് മാത്രമല്ല ഒരു ആക്സസ് ആണെന്ന് തോന്നുന്നു. അങ്ങനെ ഇവിടെ വന്നിട്ട് നിർത്തിയിട്ടുണ്ട്. ഇത് ട്രാഫിക്കിലാണ്. അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാനൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ നോക്കുന്നതാണെന്നുണ്ട്. നമുക്ക് എന്തായാലും ഇനി ഉള്ളിലെത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഇവിടെ ടാക്സി ഇറങ്ങിയിട്ടുണ്ട്, ഓട്ടോറിക്ഷ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഇപ്പം നേരെ ലിഫ്റ്റിലാണ് മറ്റേ ഉള്ളിലേക്ക് പോകേണ്ടെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ഇത് ഏതായാലും ഫുള്ളാണ്. അടുത്ത ലിഫ്റ്റ് വരുന്നവരെ നമുക്ക് കാത്തിക്കാം. അങ്ങനെ ആ ലിഫ്റ്റിൽ കയറിയിട്ട് ഒരു നേരം മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി അങ്ങോട്ട് കംപ്ലൈൻ്റ് ആണ് പോലും. ഇനിയിപ്പോൾ വേറെ ഏതോ ലിഫ്റ്റിൽ കയറണം എന്നാണ് പറഞ്ഞത്. അറൈവലിൽ എത്തിയിട്ടുണ്ട്. ഈ ഡിപ്പാർച്ചറിലേക്ക് നല്ല പോകണം. അവിടെ എഴുതിയിട്ട് ബോർഡൊക്കെ വെച്ചിട്ട് കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഡിപ്പാർച്ചറിൽ എത്തിയിട്ടുണ്ട്. അറൈവലിൽ കയറി വന്ന് നേരെ ഡിപ്പാർച്ചറിലേക്ക് എത്തി. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ക്രോസ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകണം. അങ്ങനെ നമ്മൾ ഛത്രപതി ശിവജി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി എയർ ഇന്ത്യേൻ്റെ കൗണ്ടർ ആടെയാന്ന് നോക്കണം. കൗണ്ടർ എവിടെയാ നോക്കിയിട്ട് അതിൻ്റെ ചെക്കിങ് സ്റ്റാർട്ടായോ എന്നെല്ലാം നോക്കണം. അല്ല, ബോർഡിങ് സ്റ്റാർട്ടായോ എന്നെല്ലാം നോക്കണം. വലിയൊരു എയർപോർട്ട് കേട്ടോ. നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ നോക്കി. അങ്ങനെ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ബോർഡിങ് കാര്യങ്ങളും സ്റ്റാർട്ടായി തോന്നുന്നു. അത്യാവശ്യം നല്ല ക്യൂവെല്ലാം കാണുന്നുണ്ട്. ഈ ക്യൂവിൻ്റെ ബാക്കിൽ എവിടെയെങ്കിലും നമുക്ക് പോയി നിൽക്കാം. എന്നിട്ട് ബാക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ ബോർഡിങ് പാസ്സെല്ലാം കിട്ടി. നമ്മൾ നേരെ ഉള്ളിലേക്ക് പോവുകയെന്ന്. അത്യാവശ്യം നല്ല ലാഗായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് കൗണ്ടർ ഉണ്ടായിരുന്നു, പക്ഷെ ആരും തന്നെ വർക്ക് ചെയ്യുന്നില്ല. മെല്ലെ ആർക്കോ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന പോലെ. അങ്ങനെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഡ്യൂട്ടി ഫ്രീൻ്റെ അതിലേക്കൂടെ നേരെ ഉള്ളിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. ബോർഡിങ്ങിൻ്റെ ടൈം 1:30 അതുകൊണ്ട് അത് സീനില്ല. ഏകദേശം 12-12:30 1 മണിയാവുന്നത്രേ. 1:45 1:30ക്ക് ശേഷമാണ് ബോർഡിങ്. അത്യാവശ്യം വലിയൊരു ഡ്യൂട്ടി ഫ്രീ തന്നെയാണ് കാണുന്നത്. സമ്മർ ഓഫറൊക്കെ ഇട്ടിട്ടുണ്ട്.
അത്യാവശ്യം ഗണപതിൻ്റെ മറ്റേ ഇതൊക്കെ ഇങ്ങനെ ഒരുങ്ങിയിട്ടുണ്ട്. വരുന്ന ഫെസ്റ്റിവലെല്ലാം ആയില്ലേ, ഫെസ്റ്റിവലിൻ്റെ എല്ലാം ഇതായിട്ട് ഗണപതിയെല്ലാം ഒരുങ്ങിയിട്ടാണെന്നുണ്ട്. ഫുഡിൻ്റെയും ഇതൊക്കെ ആയിട്ട് കുറച്ച് ഇത് കാണുന്നുണ്ട്. ഇപ്പം എന്തായാലും സമയം 1:30 ആയി. അപ്പം നേരെ ഫുഡ് കഴിക്കാം. നമുക്ക് പോയിട്ട് എന്തെങ്കിലും നോക്കണം. ഒരുപാട് സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ മറ്റേ നായിൽ പൊരി കഴിക്കാം. ഞാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ല, മഞ്ഞന ഏതൊരു ഫിലിമിൽ പറയുന്നില്ലേ. ഇവിടെ പോയിട്ട് ഒരു ബർഗർ കഴിക്കാം. അത് കഴിച്ച് ആകുമ്പോഴേക്ക് ഏകദേശം ബോർഡിങ് സ്റ്റാർട്ടാവും. എന്നിട്ട് ബോർഡിങ് ചെയ്ത് നേരെ ഫ്ലൈറ്റിൽ കയറി ദുബായിൽ പോവാം. അങ്ങനെ നമ്മൾ മാക്ഡൊണാൾഡ്സിൽ വന്നിട്ട് നമ്മളെ അത് ടേബിൾ നമ്പറൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതായത് ഒരു ബർഗർ ഓർഡർ ചെയ്തിട്ടുണ്ട്, പ്രിപ്പറേഷനിലാണ്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഓർഡർ ചെയ്ത സാധനങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ച് കോൺ ഉണ്ട്, പിന്നെ ഒരു ബർഗർ, എന്താ സംഭവം ബട്ടർ ഉണ്ട്. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. സോൾട്ട് ഉണ്ട്, പിന്നെ അത് ഫ്രൈസ് ഉണ്ട്. 2 ബട്ടർ വന്നിട്ടുണ്ട് കേട്ടോ. 2 നമുക്ക് ആവശ്യമില്ല. പിന്നെ സ്പ്രൈറ്റ്. ഇതിൻ്റെ സ്ട്രോ തന്നിട്ടില്ലല്ലോ. നമുക്കെന്തായാലും ഒരു ബർഗർ കഴിച്ചോ. സർവീസ് മോശമാണ് കേട്ടോ. സംഭവിച്ചോ, ടിഷ്യൂ ഇല്ല, പിന്നെ അതുപോലെ സ്ട്രോ ഉണ്ടായിട്ടില്ല, പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയോ അപാകതകൾ. നമുക്കെന്തായാലും കഴിച്ചിട്ട് കാണാം. ഗൈസ്, നമ്മൾ ഓർഡർ ചെയ്തതിൽ മെൻഷൻ ചെയ്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ. സ്മോൾ സ്പ്രൈറ്റ് ചിക്കൻ ബർഗറിൻ്റെ ഇത്, പിന്നെ ക്ലാസിക് കോൺ കപ്പ്, ലാർജ് ഫ്രൈസ്, നാപ്കിൻ, കെച്ചപ്പ്, സാൾട്ട്, പെപ്പർ, ബട്ടർ. ഈ HM ബുക്ക് എന്ന സംഭവം എന്നറിയില്ല. ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ സാധനങ്ങളൊന്നും തന്നെ എന്ന് പറയുന്നില്ല. സ്പ്രൈറ്റ് ഉണ്ടായിരുന്നു, ചിക്കൻ ബർഗർ ഉണ്ടായിരുന്നു, ക്ലാസിക് കോൺ ഉണ്ടായിരുന്നു, ലാർജ് ഫ്രൈസ് ഉണ്ടായിരുന്നു, പിന്നെ നാപ്കിൻ ഇല്ല, കെച്ചപ്പില്ല, പിന്നെ സാൾട്ട് ഉണ്ടായിരുന്നു, പെപ്പറില്ല, 2 സാൾട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ബട്ടർ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓർഡർ ചെയ്തതിൻ്റെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമല്ല, ഇവർ തരാത്തതാണ്. ഗൈസ്, അങ്ങനെ നമ്മൾ മാക്ഡൊണാൾഡ്സ് കയറി ബർഗറൊക്കെ കഴിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുമ്പോൾ ഒരു ട്രഡീഷണൽ ലുക്കിൽ ഒരു സംഭവമൊക്കെ കാണുന്നുണ്ട്. പിന്നെ അത് എനിക്ക് അദാനി ലോഞ്ച് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞു നമ്മളെ ഇവിടെയൊക്കെ നല്ല ഇതട്ടാ. എന്താ ഇതിൻ്റെ പേരാവോ, എന്തോ ഹിന്ദിയിൽ ഇതിന് ദോശ പ്ലാസ. ഇവിടെ ഹിന്ദിയിലുണ്ട്, ഇവിടെ ഇംഗ്ലീഷിലുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് എന്താ പറഞ്ഞു വന്നേ, നല്ലൊരു ഇത്. അതായത് മാക്ഡൊണാൾഡ്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യത്തെ കണക്കല്ല, ടിഷ്യൂ ചോദിച്ചാൽ ടിഷ്യൂ ഇല്ല, പിന്നെ അതുപോലെ തന്നെ കെച്ചപ്പില്ല. ഒരുപാട് ആൾക്കാർ കുറവായിരിക്കും അവിടെ കൗണ്ടറിൽ, അതിൻ്റെതായിരിക്കാം ചിലപ്പോൾ. അങ്ങനെ നമ്മളെ ബോർഡിങ്ങിൻ്റെ ടൈം ആയി. അതിൽ അതായത് ടിക്കറ്റിൽ കൊടുത്തിട്ടുള്ള ടൈമായി 1:50 കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2 മണി കഴിഞ്ഞു. അപ്പം ബോർഡിങ് സ്റ്റാർട്ടായിട്ടുണ്ടാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. ഫ്ലൈറ്റൊക്കെ ടേക്ക് ഓഫ് ചെയ്യുന്ന ലാൻഡിങ് ചെയ്യുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഒരു അക്കാസ എയറിൻ്റെ ഒരു ഫ്ലൈറ്റ് ഇവിടെ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ എയർ ഇന്ത്യ ഇവിടെ ഒന്നുണ്ട്. വലിയൊരു എയർ ഇന്ത്യേൻ്റെ ഫ്ലൈറ്റ് കാണുന്നുണ്ട്. എയർ ഇന്ത്യേൻ്റെ സെക്ഷൻ തന്നെ തോന്നുന്നു. ഇവിടെ കുറേ ഫ്ലൈറ്റ് എയർ ഇന്ത്യേൻ്റെ കാണുന്നുണ്ട്. പിന്നെ അങ്ങ് അവിടെ ഏതാണെന്ന് അറിയില്ല. കാസ് എയർലൈൻസിൻ്റെ ഇപ്പോൾ ഒന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. കുറേ നടക്കാനുണ്ട് കേട്ടോ. ഏകദേശം ഇപ്പം 68 എത്ര 75 നമ്മളെ ഗേറ്റ്. ഒരുപാട് നടന്നു. അത് ഭക്ഷണം കഴിച്ചൊക്കെ ഏകദേശം ദഹിച്ചു തോന്നുന്നു. അത്രയും നടന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 68 കഴിഞ്ഞ് ഇനിയും കുറേ നടക്കാനുണ്ട്. 69 അങ്ങ് അവിടെ കാണുന്നുണ്ട്.
ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. കുറച്ച് നടക്കുമ്പോൾ ഏകദേശം ഇങ്ങനെ കുറച്ച് സമയം സമാധാനിക്കുക. ഇതിലിങ്ങനെ നിന്നാൽ മതി, അങ്ങോട്ടേക്ക് പോകുമല്ല. ഇത് 69-ൻ്റെ ഗേറ്റാണ്. അക്കാസ എയർലൈൻസിൻ്റെയും പിന്നെ തുർക്കിഷിൻ്റെയും അതേപോലെ എമിറേറ്റ്സ്, ഇത്തിഹാദ് ഒക്കെ ഈ സൈഡിലുണ്ട് കേട്ടോ. അത് കാണിച്ചു തരാൻ വേണ്ടി വിട്ടുപോയി അതിനിടയ്ക്ക്. അങ്ങനെ ഒടുവിൽ നടന്നിട്ട് 75 നമ്മളെ ഗേറ്റിൻ്റെ അടുക്ക് എത്തിയട്ടാ. എന്തായാലും ബോർഡിങ് ഇതന്നെയാണെന്ന് തോന്നട്ടോ, 75-ൻ്റെതാണെന്ന് തോന്നുന്നു. എന്തായാലും ബോർഡ് ചെയ്തിട്ട് കാണാം. അങ്ങനെ നമ്മൾ ബോർഡിങ് ഒക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങനെ ഉള്ളോട്ട് ഇങ്ങനെ പോവുകയാണ്. ഇതാ അക്കാസ എയർലൈൻസിൻ്റെ ഒരു അക്കാസ ഇപ്പം ഡൊമസ്റ്റിക് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു, ഇൻ്റർനാഷണൽ ചാലു ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മൾ ഉള്ളിൽ കയറി. നമ്മളെ സീറ്റ് 29C ആണ്. എന്തായാലും സീറ്റ് തപ്പി കണ്ടുപിടിക്കട്ടെ. ഏറ്റവും പുറകിലാന്ന് തോന്നുന്നു, 5 ഇതൊക്കെ ആയിട്ട്. ഗൈസ് അങ്ങനെ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്. ഫ്ലൈറ്റിൽ കയറിയിട്ട് ഏറ്റവും പുറകത്തെ സീറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറകത്തെ സീറ്റാണ്. ഈ അപ്പുറം ഇനി ഇല്ല സംഭവം. അതുപോലെ തന്നെ പുറത്തെ വ്യൂവും കാര്യങ്ങളൊന്നും കാണിക്കാൻ വേണ്ടി പറ്റില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലത്തെ സീറ്റാണ്, സൈഡ് സീറ്റല്ല. അപ്പോൾ എന്തായാലും നമുക്കിനി ആടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മളൊരു ചെറിയൊരു ക്യാപ്ചൂനോ പിന്നെ അതുപോലെ തന്നെ ഒരു കാരമൽ പോപ്കോണും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഫ്ലൈറ്റിൽ നിന്ന്. കുഴപ്പമില്ല. ഗൈസ് അങ്ങനെ നമ്മൾ UAE മണ്ണിൽ കാല് കുത്തിയിട്ടുണ്ട്. അങ്ങനെ ഷാർജ എയർപോർട്ടിൽ ലാൻഡ് ആയിട്ടുണ്ട്. ഇവിടുന്ന് പുറത്തേക്ക് പോവുകയാണ്. അതെ ഗൈസ്, നമ്മളങ്ങനെ UAE എത്തിയിട്ടുണ്ട്. ഷാർജയിൽ ലാൻഡ് ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ചൂട് കാണുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ചൂടാണ്. ഇനിയിപ്പോൾ കുറച്ച് നടക്കാനുണ്ട് അങ്ങോട്ടേക്ക്. ദുബായിലാണെങ്കിൽ ഇറങ്ങിയിട്ട് കുറച്ച് നടന്നപാട് മെട്രോ ഉണ്ട്. ഇവിടെ മെട്രോയും കാര്യങ്ങളൊന്നും ഇല്ല. എയർ അറേബ്യൻ്റെ ഒരു ഫ്ലൈറ്റ് കാണുന്നുണ്ട് ഇവിടെ. നമ്മൾ വന്ന ഫ്ലൈറ്റ് ഇതാണ് കേട്ടോ. അങ്ങനെ നേരെ ഇനി പോയി ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എക്സിറ്റ് അടിച്ചതിന് ശേഷം ബാഗേജ് ക്ലിയറൻസ് ചെയ്തിട്ട് നേരെ പുറത്തേക്ക് പോകണം. അപ്പോഴേക്ക് വിജയ് ഭയ്യ പുറത്തുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഗൈസ് അങ്ങനെ നമ്മളെ എമിഗ്രേഷനും കാര്യങ്ങളും കഴിഞ്ഞു. നമ്മളെ ബെൽറ്റ് 3 ആണ്. ലഗേജ് വന്നോ ഇല്ലയോ എന്ന് അറിയില്ല. ജസ്റ്റ് ചെക്ക് ചെയ്യാം. നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ സാധനം ഇത് എടുക്കാനും സ്ഥലമില്ല, അത്രയും ആൾക്കാരാണ്. കുറച്ചൊന്ന് തിരക്ക് പോയിട്ട് എന്നിട്ട് നോക്കാം. നമ്മൾ ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഓരോന്നോരോന്ന് വരുന്ന അത്ര. ചിലതൊക്കെ വന്നു, ചില ആളൊക്കെ എടുത്തിട്ട് പോയി. എന്നാലും അത്യാവശ്യം ആൾക്കാരുണ്ട് അത്ര കേട്ടോ. സാധനം വരുന്നത് ഭയങ്കര സ്ലോ ആയിട്ടാണ്. എൻ്റെ ലഗേജാണെന്ന് തോന്നുന്നു. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരുന്നത്. റെഡാണ്. നോക്കാം നമുക്കെന്തായാലും. അങ്ങനെ ലഗേജ് കിട്ടി. ഇനിയിപ്പോൾ നേരെ പുറത്തേക്ക്. വിജയ് ഭയ്യ പുറത്ത് കാത്തിക്കുന്നുണ്ട്. എവിടെയോ പാർക്കിങ് മാറി പാർക്ക് ചെയ്തു. നമുക്ക് ഒന്നിച്ച് നടന്നിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തായാലും താഴെ പോയിട്ട്. അങ്ങനെ നമ്മൾ എക്സിറ്റിലെത്തി കേട്ടോ ഗൈസ്. അങ്ങനെ വിജയ് ഭയ്യ എത്തിയിട്ടുണ്ട് കേട്ടോ. അയാൾ ഏരിയല്ലോ തപ്പിത്തിരിഞ്ഞ് എത്തി. കിതറേക്കാ ഗാഡി അപ്പോൾ നമ്മളെ വണ്ടി അപ്പുറം എവിടെ വെച്ചിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കൂടെ കയറിയിട്ട് പുറത്തേക്ക് കൂടെ പോകണമെന്നാണ് പറഞ്ഞത്. അതായത് വണ്ടി പാർക്ക് ചെയ്തത് അറൈവലിൽ വരേണ്ടതിന് ബദൽ അയാൾ നേരെ ഡിപ്പാച്ചറിൽ പാർക്ക് ചെയ്തു. അപ്പോൾ ആ സംഭവം എന്തായാലും ഇനി വണ്ടിയിലെത്തിയിട്ട് കാണാം. നേരെ അങ്ങോട്ട് പോട്ട് ഗായ്സ്. അങ്ങനെ നമ്മൾ UAEലെത്തി. ഇതാ ഒടുവിൽ വണ്ടിയിലെത്തിയിട്ടുണ്ട്. വിജയ് ഭയ്യ മറ്റേ ഇത് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്, പാർക്കിങ്ങിൻ്റെ ബില്ലിടാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം 35 ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നത്, എനിക്ക് ഫീൽ ചെയ്യുന്നത് 365 ദിവസം പോയതാണൊക്കെയാണ് ദുബായിൽ. നീ ആപ്പി ചലാവനാ
इसके लिए तो मैं भाग गया। मेरे को समझ गया, इसके लिए मैं इधर बैठा। ये तो धोखा है उसका। ഗൈസ്, അങ്ങനെ നമ്മൾ ദുബായിൽ എത്തിയട്ടാ. ഷാർജ സൈഡിലേക്ക് ഇല്ല ട്രാഫിക് നോക്കിയേ, കട്ട ട്രാഫിക്കാണ്. ഇയാൾ നല്ലോണം തുഴഞ്ഞിട്ടാണ് വന്നതെന്ന് പറഞ്ഞത്. ഏകദേശം 2 മണിക്കൂറിന് മുകളിൽ നിന്നിട്ടാണ് ഷാർജയിൽ എത്തിയെന്ന് പറഞ്ഞത്. പക്ഷെ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ട്രാഫിക് ഒന്നുമില്ല. രാവിലെ ആകുമ്പോൾ ഈ സൈഡിലെ ട്രാഫിക്കും വൈകുന്നേരം അപ്പുറത്തെ സൈഡിലെ ട്രാഫിക്കും. അതാണ് ഇവിടുത്തെ പതിവ്. ഗൈസ്, അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 3 മണിക്കൂർ ഓടിയിട്ട് നമ്മളെ നാട്ടിലെത്തി. നമ്മളെ നാട് മീൻസ് എൻ്റെ റൂമിൻ്റെ അടുത്തെത്തി. ഇനിയിപ്പോൾ നേരെ റൂമിലേക്ക് പോകണം. അപ്പോൾ ഇത്രയല്ലേ ഇല്ലു ഇന്നത്തെ വീഡിയോ. വലിയ വീഡിയോ അല്ലാതെ അറിയാം, എന്നാലും കൂടി പറയാണ്. കാര്യമായിട്ടൊന്നും ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റിനോ കാര്യങ്ങളോ ഒന്നും വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ കുറേ സ്ഥലത്തുനിന്ന് മറന്നുപോയി. എന്തായാലും ഇനിയിപ്പോൾ ഈടെങ്കിലും ഒന്ന് പാർക്കിങ് തപ്പണം. അത് കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് പോകണം.